മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അതൃപ്തി തുടർന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. ഗുരുവായൂരിൽ നിന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വസതിയിലെത്തിയ രമേശ് ചെന്നിത്തല പിന്നീട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വസതിയിലെത്താനിരിക്കെയാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. രമേശ് ചെന്നിത്തലയ്ക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ നൽകിയ വരവേൽപ്പിന്റെ ദൃശ്യങ്ങളാണ് ആദ്യം കണ്ടത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അദ്ദേഹം ഗുരുവായൂർ ദർശനം കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് തിരിച്ചെത്തുകയായിരുന്നു. മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്നതിൽ ഇനിയും രമേശ് ചെന്നിത്തല മനസ്സ് തുറന്നിട്ടില്ല. പുലർച്ചെ ഗുരുവായൂരിലും പിന്നീട് തിരുവനന്തപുരത്തും രമേശ് ചെന്നിത്തല നടത്തിയ ആ പ്രതികരണങ്ങൾക്കാണ്. ശ്രീ വി.ഡി. സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനുള്ളത്. ആ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എല്ലാ മാസവും ഗുരുവായൂരിൽ മലയാള മാസം 1-ാം തീയതി ഞാൻ പോയി തൊഴാറുണ്ട്. ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ പത്രപ്രവർത്തകരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും രാവിലെ ഗുരുവായൂരിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് ഞാൻ പങ്കുവച്ചതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. തന്റെ നേതാവാണ് രമേശ് ചെന്നിത്തലയെന്നും ഉറപ്പായും കാണുമെന്നും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതികരിച്ചു. ഉറപ്പായിട്ട് പിന്നെ കാണില്ലേ, അദ്ദേഹമാണ്, അതേ എന്റെ ലീഡറല്ലേ, ഞാൻ കാണില്ലേ. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകണമെന്ന് കെ. മുരളീധരൻ ആവശ്യപ്പെട്ടു. ഞാൻ നേരത്തെ തന്നെ എല്ലാവരും നിങ്ങൾ നേരത്തെ അത് പറഞ്ഞു, ഞാൻ നിഷേധിച്ചില്ല. എൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാണ് ശരിയെന്നാണ്. അത് ഹൈക്കമാൻഡും രമേശുമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ശ്രീ രമേശ് ചെന്നിത്തല എല്ലാ കാലത്തും ഹൈക്കമാൻഡിൻ്റെ നിലപാടുകളെ അംഗീകരിക്കുകയും ഒരച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലും അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിനെ പോലെ ഒരാൾ ക്യാബിനറ്റിൽ ആവശ്യമാണ്. ഞാൻ എൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ടും കയറി പറഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്തെ വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വസതിക്ക് സമീപത്തു നിന്നും മേഘ്ന മുരളി ചേരുന്നു. മേഘന മുരളി, രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്കുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും നിലപാട് വ്യക്തമാക്കുന്നില്ല. വി.ഡി. സതീശൻ വരാനിരിക്കെ, കൂടിക്കാഴ്ചയ്ക്കായി എത്താനിരിക്കെ രമേശ് ചെന്നിത്തല അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്തൊക്കെയാണിപ്പോൾ രമേശ് ചെന്നിത്തല ക്യാമ്പിൽ സംഭവിക്കുന്നത്? ദിലീപ് കുമാർ, രാഷ്ട്രീയ കേരളം മുഴുവനായും ഉറ്റുനോക്കുന്നത് വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ ഈ ദേവദത്തം വീട്ടിലേക്ക് തന്നെയാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ അടുത്ത നിലപാട് എന്താണ് അനുനയ ഫോർമുല എന്നൊക്കെ തന്നെയാണ് ഇനി അറിയേണ്ടത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് ശേഷം ഇവിടെ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് രമേശ് ചെന്നിത്തല ഗുരുവായൂരിലേക്ക് പോയത്. അതിൽ എപ്പോഴും നടത്തുന്ന ഒരു നിത്യ സന്ദർശനം എന്ന രീതിയിലാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഇന്ന് രാവിലെ മൗനം വെടിയുന്നു. അപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശന് എല്ലാവിധ ആശംസകളും നൽകുന്നു. അതുപോലെ അതിൽ മന്ത്രിയാകുമോ, ക്യാബിനറ്റിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അത് തീരുമാനിക്കേണ്ടത് CM ആണ് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു, വഴുതക്കാടേക്ക് എത്തുന്നു. പിന്നീട് 10 മിനിറ്റ് മാത്രമാണ് ഈ വീട്ടിൽ ചെലവഴിച്ചത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് ഒരു ബന്ധുവീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ മാധ്യമങ്ങൾക്കടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് ഇവിടത്തേക്ക് വി.ഡി. സതീശൻ എത്തുമെന്നുള്ളതാണ്. ഒരു കൂടിക്കാഴ്ച നടത്തും, ഒരു അനുനയത്തിലേക്ക് പോകും. അതുപോലെ തന്നെ അതിലൊരു അനുനയ ഫോർമുല
ഫോർമുല മുന്നോട്ട് വെക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഒരു വിവരമായി ലഭിച്ചത്. പക്ഷേ അതിനു മുന്നെയാണ് രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്. എവിടേക്കാണ് എന്നുള്ളത് അതൊരു വ്യക്തിപരമായിട്ടുള്ള സന്ദർശനം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതുപോലെ തന്നെ ക്യാബിനറ്റിലേക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ മന്ത്രിയാകുമോ, ഏതെങ്കിലും തരത്തിൽ അതൃപ്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ആ ഒരു ചോദ്യങ്ങൾക്കൊന്നും രമേശ് ചെന്നിത്തല കൃത്യമായ മറുപടിയും പറഞ്ഞിട്ടില്ല. അതിൽ 40 വർഷം മുന്നേ മന്ത്രിയായിട്ടുള്ള കെ കരുണാകരന്റെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെയും സർക്കാരിൽ മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇത്തരത്തിലൊരു അനുനയത്തിലേക്ക് നിൽക്കുമോ? അത് കാരണം ഈ കഴിഞ്ഞ 11 ദിവസവും മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹവും അതുപോലെ തന്നെ താൻ സീനിയറാണ്, തന്നെ പരിഗണിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളും ഹൈക്കമാൻഡിനോട് രമേശ് ചെന്നിത്തല നേരിട്ട് എത്തിയടക്കം പറഞ്ഞതാണ്. പക്ഷേ തന്നെ തഴഞ്ഞു എന്നുള്ള ഒരു വികാരം അത് രമേശ് ചെന്നിത്തല ക്യാമ്പിനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ട് എന്നുള്ളതാണ്. കാരണം പൊതുവെയുള്ള രമേശ് ചെന്നിത്തലയുടെ രീതി എന്ന് പറയുന്നത് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കാത്ത ഒരു രീതി രമേശ് ചെന്നിത്തലയിൽ പൊതുവെ കാണാറില്ല. ഏത് വിഷയത്തിലും അഭിപ്രായം പറയുന്ന ഒരാളാണ്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം അങ്ങനൊരു സംസാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തനിക്ക് അതൃപ്തി ഇല്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ താൻ പൂർണ്ണ സന്തോഷവാനാണ് എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രിസഭയിലേക്ക് ഇല്ലെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തരത്തിലൊരു ദോഷമാകും. കാരണം ക്യാബിനറ്റിലേക്ക് ഇത്രയും സീനിയറായിട്ടുള്ള ഇത്രയും പരിചയ സമ്പന്നതയുള്ള രമേശ് ചെന്നിത്തല എത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ ക്ഷീണമാകും എന്നുള്ളതാണ്. ഒരു അനുനയ ഫോർമുല മുന്നോട്ട് വെക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി ഡി സതീശൻ ഇനി രമേശ് ചെന്നിത്തല മടങ്ങി എത്തിയ ശേഷം ഇവിടേക്ക് വരുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. 10 മിനിറ്റിനകം രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. അൻവർ സാദത്ത് അടക്കമുള്ള ആളുകളും ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കൂടെ പോയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ സുപ്രധാനമായിട്ടുള്ള കൂടിക്കാഴ്ചയാണോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. പക്ഷേ അതിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഏത് വകുപ്പാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുക, എങ്ങനെയാണ് അനുനയിപ്പിക്കുക, അല്ലെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിലൊരു മന്ത്രിയായി മാത്രം തുടരാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് രമേശ് ചെന്നിത്തല തന്നെയാണ്. ഉത്തരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അല്പസമയം മുന്നെയാണ് ഈ വീട്ടിൽ നിന്ന് രമേശ് ചെന്നിത്തല പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. 10 മിനിറ്റിൽ തന്നെ തിരിച്ചു വരുമെന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. കൂടാതെ തനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല, വി ഡി സതീശൻ ഇവിടേക്ക് എത്തുന്ന കാര്യം തന്നെ അറിയിച്ചിട്ടില്ല, സമയം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. കൂടാതെ പറയാനുള്ളതെല്ലാം ഗുരുവായൂർ പറഞ്ഞു. ആ ഗുരുവായൂർ പറഞ്ഞത് മന്ത്രിയാകുമോ എന്നുള്ള കാര്യം CM ആണ് തീരുമാനിക്കേണ്ടത്. കൂടാതെ താൻ ഒരു ഒളിച്ചോട്ടമല്ല അല്ലെങ്കിൽ താൻ പിണങ്ങിപ്പോയതല്ല നടക്കമുള്ള കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് എന്താണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന അനുനയ ഫോർമുല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അതിലൊരു ആ ഒരു രീതിയിലേക്ക് നിൽക്കുമോ, അതിൽ മന്ത്രിയാകാൻ ഉണ്ടാകുമോ, ക്യാബിനറ്റിലേക്ക് ഉണ്ടാകുമോ നടക്കമുള്ള കാര്യങ്ങളാണ് ചോദ്യമായി വരികയും ചെയ്യുന്നത്. എന്താണ് രമേശ് ചെന്നിത്തലയുടെ നിലപാടെന്നറിയാൻ കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവും രാഷ്ട്രീയ കേരളവും ഒക്കെ. രമേശ് ചെന്നിത്തലയാകട്ടെ ഇക്കാര്യത്തിൽ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും വ്യക്തമായ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. രമേശ് ചെന്നിത്തല നേരത്തെ ഈ മുഖ്യമന്ത്രി തർക്കം നടന്നപ്പോഴൊക്കെ രമേശ് ചെന്നിത്തല തൻ്റെ അണികളെ ഇളക്കിവിടാൻ പോയിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കാറുണ്ട്. ആ നിലയിൽ അത്തരത്തിലുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അവകാശവാദമോ അണികളെ കൊണ്ട് രമേശ് ചെന്നിത്തല നടത്തിയിട്ടില്ല. പക്ഷേ രമേശ് ചെന്നിത്തല ക്യാമ്പിന്, ആ ഗ്രൂപ്പിന്, ആ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന, ഗ്രൂപ്പ് എന്നത് അപ്രസക്തമായ പദമാണെങ്കിലും ആ വിഭാഗവുമായി ബന്ധപ്പെട്ടതിൻ്റെ തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നവർ ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത് എന്നിവരാണിപ്പോൾ. ജോസഫ് വാഴക്കനും തിരുവനന്തപുരത്തുണ്ട്. ഇവരൊക്കെ ഏതോ കേന്ദ്രത്തിൽ നിർണായകമായ ചർച്ചയിലാണെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അക്കാര്യത്തിലൊക്കെ രമേശ് ചെന്നിത്തല തന്നെയാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.